ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ രാവിലത്തെ നാസ്തയുടെ ചെറിയൊരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അത് നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. കേട്ടല്ലോ കൂട്ടുകാരെ. ഞാനിന്ന് ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചായയ്ക്ക് വെള്ളം വെച്ച് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. അതുകൊണ്ട് എല്ലാവരും ഒന്നത് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം നല്ല രീതിയിൽ എല്ലാവരും. ഓക്കെ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചോ? എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖമാണ് എല്ലാവർക്കും. പിന്നെ ഞാൻ നല്ല ഇഡ്ഡലിക്ക് ഇച്ചിരി മാവ് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് നനച്ചല്ല, അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ രാത്രിയിൽ അരച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ആ ഉപ്പ് ഇതിനകത്തോട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. അതങ്ങനെ നല്ല രീതിയിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാനവിടെ വയ്ക്കാം. പിന്നെ അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ ഇച്ചിരി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതും നമുക്കിതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. രാവിലത്തെ മാത്രം കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ടു തരണം കേട്ടോ. അപ്പോഴത്തേക്കൂടെ ചായയുടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ചായക്ക് വെച്ചിരുന്നത് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ അതിനകത്തോട്ട് കുറച്ച് തേയിലയൊക്കെ ഇട്ട് കൊടുക്കാം. തേയിലയൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ആ ചായ ഇറക്കി വെക്കാം. കടുപ്പൊക്കെ കുറച്ച് മതി, ഒരുപാട് കടുപ്പൊന്നും വേണ്ട. അപ്പോൾ തേയില ശകലമേ കുറച്ചേ ഇട്ട് കൊടുത്തുള്ളൂ. അപ്പം ചായ തിളച്ച് വരുന്നുണ്ട്. കൂട്ടുകാരെ മറക്കല്ലേ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രയോജനവും കാണത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടു തരണം എനിക്ക് കേട്ടോ. അപ്പം ചായ റെഡി. ചായ കുടിക്കണമെന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ചായ ചോദിച്ചാൽ ഞാൻ ചായ ഒഴിച്ച് തരാം. പിന്നെ ഞാൻ എന്തോ ചെയ്തെന്നറിയാം, മാവ് അവിടെ കൂട്ടി വെച്ചു. ഇഡ്ഡലി കൂട്ടത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസ് കത്തിച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളയ്ക്കുന്നുണ്ടായിരിക്കും. നമുക്കൊന്ന് നോക്കാം തിളയ്ക്കുന്നുണ്ടോ എന്ന്. ഓക്കെ, തിളയ്ക്കുന്നുണ്ട്. നല്ല രീതിക്ക് വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇഡ്ഡലി തട്ടം എടുത്ത് വെച്ച് കൊടുക്കുക. അതിനകത്ത് ഞാൻ എണ്ണയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കഴുകി വൃത്തിയാക്കി എണ്ണയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ അതിനകത്തോട്ട് ഇഡ്ഡലി മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം മാവ് ഇങ്ങനെ ആദ്യത്തെ തട്ടാണിത്. 3 തട്ടുണ്ട്. അതിപ്പോൾ ആദ്യത്തെ തട്ടിനകത്ത് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 തട്ടിനകത്ത് മാവൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്നൊന്നാക്കാം. പിന്നെ ഞാൻ അതിന് വേണ്ടി ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയാണ് കൊച്ചുള്ളി, തേങ്ങ, പെരുംജീരകം, മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പ് എല്ലാം കൂടെ എടുത്ത് നമുക്കിതൊന്ന് അരയ്ക്കണം. കറിവേപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. കറിവേപ്പ് എനിക്കില്ലാതായിപ്പോയി. അപ്പോൾ ഇഡ്ഡലിക്ക് കറിവേപ്പ് ഇട്ടാലും നല്ലതാണ്, ഇഡ്ഡലിക്കും ഇടാനില്ലായിരുന്നു. അപ്പോൾ ഇത്രയും കൂടെ ഞാനൊന്ന് അരച്ച് കൊണ്ടുവരാം നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ. അപ്പം ഞാൻ അരച്ചു. അത് ചമ്മന്തിയായി. കടുകെല്ലാം പൊട്ടിച്ചു. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ചമ്മന്തിയൊക്കെ നമുക്കങ്ങനെ ഇഡ്ഡലിക്ക് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരുപാടിട്ട് തിളപ്പിക്കരുത്. അങ്ങനെ ഞാൻ ഇച്ചിരി ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്ത് അതിനകത്ത് അതെല്ലാം നല്ലപോലെ മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വിചാരിച്ച് ഗ്യാസിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇഡ്ഡലി ഞാൻ വെച്ചിട്ടുണ്ട് ഗ്യാസിനകത്ത്. ഇഡ്ഡലി കൂട്ടത്തിനകത്ത് ഇഡ്ഡലിക്കൊക്കെ ഒഴിച്ച് കൊടുത്തല്ലോ. അപ്പോൾ അതും ഒരു പരുവത്തിലൊക്കെ ആയി കാണും, ഒരു വെന്ത് കാണുമെന്ന് തോന്നുന്നു. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചമ്മന്തി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ചമ്മന്തി ഞാൻ ഒന്ന് വാങ്ങി വെക്കട്ടെ. ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്തോന്ന് പോലെ ആവും. വെള്ളവും പീരയും കൊന്തും പോലെ ഒരുമാതിരി കിടക്കും. അപ്പോൾ ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ കേട്ടോ. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും എന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ ഇനി ഇഡ്ഡലി നോക്കാം. കണ്ടോ, ഇഡ്ഡലി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ, നല്ല വെന്തു നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ് എൻ്റെ. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. എല്ലാ ഇഡ്ഡലിയൊക്കെ ഞാൻ പാത്രത്തിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണെന്നുള്ളത്. വേണ്ട, ഞാനൊന്ന് ഇച്ചിരി ഒന്ന് പിച്ച് നോക്കട്ടെ. കണ്ട, ഇഡ്ഡലി പിച്ചുമ്പോൾ തന്നെ അറിയാം ആ ഇഡ്ഡലിയുടെ
സോഫ്റ്റായിട്ടിരിക്കുന്ന ഇഡ്ഡലിയാണെന്നുള്ളത് അതിൻ്റെ രുചി. അപ്പം ഓക്കെ, എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് കണ്ടു തരണം. ഓക്കെ.